ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. മിനി ഡേ ഇൻ മൈ ലൈഫാണേ. ജസ്റ്റ് ഒരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ ഒരു വീഡിയോ. എൻ്റെ കണ്ണും ചുറ്റുമൊക്കെ കറുപ്പായി. ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ല. ഇനി അതൊക്കെ ചെയ്ത് തുടങ്ങണം. ഞാൻ ഇന്നലെ ഫിഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതപ്പം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് വെച്ചു. പിന്നെ ഞാൻ പൊട്ടറ്റോ ഫ്രൈ വെക്കാമെന്ന് ഓർത്തേ. പൊട്ടറ്റോ ഞാൻ കട്ട് ചെയ്യുകയാണ്. 2 എടുത്തിട്ടുള്ളത്. ഫ്രൈ അല്ല, മറ്റേ റോസ്റ്റ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാന് പിന്നെ നമ്മുടെ വറ്റൽമുളകും സവാളയൊക്കെ ഇട്ടിട്ട് ആണ് റെഡിയാക്കുന്നെ. പിന്നെ വേറെ വലുതായിട്ടൊന്നും ഇതിന്റകത്ത് ഞാൻ ആഡ് ചെയ്യാറില്ല. മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെന്താ പിന്നെ കറിവേപ്പില കുറച്ചിടും. എന്നിട്ട് എണ്ണയില് ജസ്റ്റ് വെളിച്ചെണ്ണയല്ല ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നെ. ഞാൻ പൊട്ടറ്റോ ഫ്രൈയും വെക്കാറുണ്ട്. അതും എനിക്കിഷ്ടാണ്. പിന്നെ ഇതിപ്പം ചോറിന് വേണ്ടിയിട്ട് ഞാന് ചാറുകറി ഒന്നും വെക്കുന്നില്ല. അപ്പൊ പിന്നെ ഇത് ജസ്റ്റ് റോസ്റ്റ് പോലെ ആക്കാന്നോർത്തു. പിന്നെ ഞാൻ സവോള ജസ്റ്റ് ഇത്തിരി വലുതായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ആ സവോളയും ഞാൻ ഇടിച്ചിട്ടാണ് എടുക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടിടാറില്ല. പിന്നെ 3, 4 വെളുത്തുള്ളി എടുത്തു. പിന്നെ വറ്റൽമുളക് ഞാൻ ഇച്ചിരി കുറച്ച് കൂടുതല് കട്ട് ചെയ്തിടും. അപ്പൊ പിന്നെ റോസ്റ്റ് ചെയ്യുമ്പോ കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇത് മറ്റേ പിരിയൻ മുളകാണേ. കുറച്ച് കളറ് തോന്നിക്കുന്ന ആ മുളകാണ്. അത് നല്ല നല്ല രീതിയിൽ ഞാൻ ഇടിക്കുവാ. ഇത് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇടിക്കാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ എങ്ങനെയോ അത് ഇടിച്ചെടുത്തു. വെളുത്തുള്ളി ഇത്തവണ ഞാൻ കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയാ വാങ്ങിച്ചത്. അത് കുറച്ച് വലിയ വെളുത്തുള്ളിയായിരുന്നു. പിന്നെ ഞാന് എണ്ണ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ കുറച്ചായിട്ട് കോക്കനട്ട് ഓയില് കറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഓയില് ഇട്ടു. പിന്നെ ഞാൻ കടുക് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇടിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്തു. പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ പിന്നെ കിഴങ്ങും ആഡ് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി കറിവേപ്പില, മഞ്ഞപ്പൊടി, ഉപ്പ് ഇത് മാത്രമാണ് ഇട്ടത്. പിന്നെ ജസ്റ്റ് ഒന്ന് അടച്ചൊരു 5 മിനിറ്റ് ഞാൻ വേവിച്ചു കേട്ടോ. ഈ മീനാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കിളിമീനാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിളിമീൻ. ഇതിനകത്ത് ഞാൻ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും മാത്രമാണ് ആഡ് ചെയ്ത് വെക്കുന്നത്. ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടൊരു ഹാഫ് അവർ, ഒരു 1 അവർ വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ ആ ടൈമിൽ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് മാരിനേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ചു. പിന്നെ ഞാൻ അരി ഒന്ന് കഴുകി ഇട്ടു. അതും വെച്ചു. പിന്നെ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ തലയിൽ തേച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഓയിലിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്, കോക്കനട്ട് ഓയിലിൻ്റെ. അപ്പോൾ ഇന്ന് ഷാമ്പു ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ എണ്ണ നല്ല രീതിയിൽ തേച്ച് കഴിഞ്ഞിട്ടാണ് ഷാമ്പു ഇട്ട് കഴുകി കളയാറുള്ളത്. അപ്പോൾ അത് ഞാൻ നല്ല രീതിയിൽ ആഡ് ചെയ്തു. ഞാൻ ഹെയർ കെയർ ഒന്നും ഇപ്പം കുറച്ചായിട്ട് ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്കാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നില്ല. ഇനി അതൊക്കെ തുടങ്ങണം. അങ്ങനെ ഞാൻ കുളി കഴിഞ്ഞു. പിന്നെ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യേണ്ടു. ഇപ്പം തൽക്കാലം എനിക്ക് വേണ്ടി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അങ്ങനെ ദാ ചോറ്, അച്ചാറ് എല്ലാം റെഡിയായി കഴിക്കുവാണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.